ഇടുക്കിയിലെ ഭൂമി സംബന്ധമായ നിയമപ്രശ്നങ്ങൾക്കും ഭരണപരമായ പ്രശ്നങ്ങൾക്കും കുടിയേറ്റത്തിൻ്റെ അത്രയും തന്നെ ചരിത്രമുണ്ട്. ആദ്യകാലത്ത് ഇടുക്കിയിലേക്ക് കുടിയേറുന്ന സമയത്ത് വിവിധ സർക്കാർ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് കടന്നു വന്നത്. പിന്നീട് ഇടുക്കി പദ്ധതിയുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആളുകൾ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ലോകത്താകമാനം, പ്രത്യേകിച്ച് ഇന്ത്യയിലുമൊക്കെ ഉണ്ടായ ജനസംഖ്യാ വർധനവും ഒക്കെ ഇടുക്കിയിലേക്കുള്ള കുടിയേറ്റത്തിന് കാരണമായിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിൽ പല തരത്തിലുള്ള കുടിയേറ്റമാണ് ഇടുക്കിയിലേക്കുണ്ടായിട്ടുള്ളത്. അതിലൊരു 80% സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ പ്രോത്സാഹനത്തിലും നടന്നിട്ടുള്ളതാണ്. എന്നാൽ അതിനുശേഷം ഏതാണ്ട് 7-8 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2016 മുതൽ 2020 നമ്മൾ എത്തി നിൽക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇടുക്കിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപരവും ഭരണപരവുമായ പ്രശ്നങ്ങളിൽ 1-2 എണ്ണം ഒഴിച്ച് ബാക്കി മുഴുവൻ പ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നിലനിന്നിരുന്നതും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളുടെ കാലത്തും പരിഹരിക്കപ്പെട്ടതുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളുടെ കാലത്ത് മാത്രമേ ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന്. ഇതിൻ്റെ ചരിത്രവും നാൾവഴികളും പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒന്നുണ്ട്. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുകളുടെ കാലത്ത് മാത്രമാണ്. എന്നാൽ ഭൂമി പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതിൽ UDFൻ്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെൻറ്റുകൾ വലിയ തോതിൽ സംഭാവന ചെയ്തിട്ടുള്ളതായും കാണാൻ സാധിക്കും. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങളുടെ കാതലായ വിഷയം പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഭൂമിക്ക് സ്ഥിരാവകാശം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കുടിയേറ്റമുണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരിക്കുന്ന കാലത്ത് പട്ടയ നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്ന ലാൻഡ് ഓർഡേഴ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നമ്മളുടെ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്ക് ഏലമല പ്രദേശത്ത് ഉള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കുകയും രാജാവ് ഭൂമി വിൽക്കുകയൊക്കെ ചെയ്ത ഏലമല പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയും പീരുമേട് താലൂക്കിൻ്റെയും ഒക്കെ ചില ഭാഗങ്ങളിൽ പണ്ടാരവക പാട്ടമായി ഗവൺമെൻറ്റിൻ്റെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഭൂമി പണ്ടാരവക റെഗുലറൈസേഷൻ ഓർഡർ 1939. അതിനുശേഷം പിന്നീട് അതനുസരിച്ചിട്ട് പാട്ടക്കുടിശ്ശിക അടച്ചുകൊണ്ട് ഭൂമിയുടെ ടൈറ്റിൽ പെർഫെക്റ്റ് ചെയ്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം തിരുക്കൊച്ചി. അപ്പോൾ തിരുക്കൊച്ചി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് പിന്നീട് നമ്മളുടെ പലതരത്തിലുള്ള ഗവൺമെൻറ് ഉത്തരവുകൾ ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ടൈറ്റിൽ പെർഫെക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത്, അതിനു മുമ്പ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാലത്ത് തന്നെ ഇപ്പോൾ അടിമാലി, മറയൂർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ രാജാവ് നേരിട്ട് ഭൂമി വിൽക്കുകയും ആളുകൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള കരണങ്ങളിലൂടെ ഭൂമി ആളുകൾക്ക് ലഭ്യമായ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു വിശദമായ വിശദീകരണത്തിലേക്ക് പോകാത്തത് സമയക്കുറവ് കൊണ്ടാണ്. അതിനുശേഷം തിരുക്കൊച്ചി ഗവൺമെൻറ് വന്നു. ആ കാലത്ത് ട്രാവൻകൂർ, കൊച്ചിൻ ലാൻഡ് അസൈൻമെൻറ്റ് റൂൾസ് അനുസരിച്ചിട്ടുള്ള ഭൂമിയുടെ പതിവ് ചട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചു. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നമുക്കൊരു ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് ഉണ്ടാകുന്ന 1960-ലാണ്. അതിനു മുമ്പ് വരെ ഈ പറഞ്ഞ മുൻപുണ്ടായിരുന്ന ഭൂപതിവ് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇത് പോയിരുന്നത്. പക്ഷേ 1900
1960 നമ്മളെ ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് ഉണ്ടായി. 1964 കേരള ഭൂപതിവ് ചട്ടങ്ങളുണ്ടായി. ലാൻഡ് അസൈൻമെൻറ്റ് റൂൾസ് 1964 ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഭൂപതിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായ ചട്ടം. ആ ചട്ടത്തിൻ്റെ കീഴിലാണ് അന്ന് മുതൽ ഭൂമി പതിച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ പതിച്ചു കൊടുക്കുന്ന ഭൂമി ഒന്ന് സർക്കാരിൻ്റെ അസൈനബിൾ ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള, അതായത് ഗവൺമെൻറ് ഭൂമിയിലെ അൺഒബ്ജക്ഷണബിൾ ഓക്യുപ്പേഷൻ ഓഫ് ഗവൺമെൻറ് ലാൻഡാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വശമുള്ള ഗവൺമെൻറ് ഭൂമിയിൽ എതിർക്കപ്പെടാത്ത കൈവശം അല്ലെങ്കിൽ കയ്യേറ്റം, എൻക്രോച്ച്മെൻറ്റ്, അങ്ങനെയുള്ള ഭൂമിയാണ് പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഭൂമി 1964 മുതൽ നമ്മൾ പതിച്ചു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള പട്ടയം കിട്ടിയ ഭൂമി ഇടുക്കി ജില്ലയിൽ ആകമാനമുണ്ട്. അങ്ങനെ നമ്മൾ 1964 ഭൂപതിവ് നിയമം അനുസരിച്ച് ഭൂമി പതിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഗവൺമെൻറ്റുകൾ പലപ്പോഴും അതിന് പട്ടയം കൊടുക്കുന്നതിനൊക്കെ തടസ്സമുണ്ടായി. ഈ ഘട്ടത്തിൽ നമ്മളുടെ ഇവിടെ ഒട്ടനവധി കുടിയിറക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ആ കുടിയിറക്കുകളുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചുരുളി കീരത്തോട് കുടിയിറക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇടുക്കിയുടെ പദ്ധതി പ്രദേശത്ത് നിന്ന് ആളുകളെ കുടിയിറക്കി അമരാവതിയിൽ കൊണ്ടുപോയി പുനരധിവസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനു മുമ്പ് ചിത്തിരപുരം കുടിയിറക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി കുടിയിറക്കുകളും കൃഷിക്കാരെ ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സഖാവ് AK ഗോപാലൻ്റെ നേതൃത്വത്തിൽ, ഫാദർ വടക്കൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള വലിയ ചെറുത്തുനിൽപ്പുകളും ആ കാട്ടത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് 1959 മുതൽ ഈ ഭൂമി, പ്രത്യേകിച്ച് വനഭൂമിയിലേക്കുള്ള കുടിയേറ്റം സർക്കാർ ഗൗരവമായി കാണുകയും അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു കമ്മീഷൻ വെക്കുന്ന 1959 രാധാകൃഷ്ണ മേനോൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ രാധാകൃഷ്ണ മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ആളുകളെ കുടിയിറക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ നടപടികൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാനീ പറഞ്ഞ ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഘട്ടത്തിലാണ് ഈ അമരാവതി കുടിയിറക്കും മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് മാത്യു മണിയങ്കാടൻ്റെ നേതൃത്വത്തിൽ മണിയങ്കാടൻ കമ്മീഷനെ വെക്കുന്നത്. അന്ന് നമ്മുടെ സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഇല്ലായിരുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണത്തിലായതുകൊണ്ട് പാർലമെൻറ്റാണ് ഒരു സമിതിയെ വെക്കുന്നത്. മാത്യു മണിയങ്കാടൻ പാർലമെൻ്ററി സമിതിയാണ്. ആ സമിതിയുടെ നേതൃത്വത്തിൽ മണിയങ്കാടൻ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു. ആ മണിയങ്കാടൻ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് കൃഷിക്കാർക്ക് അനുകൂലമായി ഒട്ടനവധി നടപടികൾ അതിനകത്തുണ്ടായിരുന്നു. അതിനാണ് നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മാഗ്ന കാർട്ട എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കുടിയേറി വരുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ച് ഒരു പാർലമെൻ്ററി സമിതി സമഗ്രമായി പഠിക്കുകയും അവർക്ക് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണമെന്ന് ശുപാർശയൊക്കെ ചെയ്തിട്ടുള്ളത് മണിയങ്കാടനാണ്. ആ മണിയങ്കാടൻ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് 1969 CPIയുടെ നേതാവായിരുന്ന KT ജേക്കബ് ആശാൻ എന്ന് പൊതുവെ വിളിക്കുന്ന അദ്ദേഹം ഉടുമ്പൻചോലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം റവന്യൂ മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇടുക്കിയിൽ വ്യാപകമായി പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതും പട്ടയം കൊടുക്കുന്നതും. പിന്നീട് പട്ടയ നടപടികൾ ഒച്ചിരിക്കുന്ന വേഗത്തിൽ മുന്നോട്ട് കാര്യമായി പട്ടയ നടപടികൾ ഉണ്ടായില്ല. പട്ടയം കൊടുത്ത KT ജേക്കബ് ആശാനെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലക്കാർ തന്നെ തോൽപ്പിക്കുകയും ചെയ്തു. അതൊരു പക്ഷേ ഇടുക്കിക്കാരുടെ ഒരു ദുര്യോഗമാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നവരുണ്ടെങ്കിൽ പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവരെ തോൽപ്പിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ ഇടുക്കിയിലെ ആളുകൾ പൊതുവായി കണ്ടുവരാറുണ്ടെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ പറയാറുമുണ്ട്. അപ്പോൾ ജേക്കബ് ആശാന് ശേഷം പിന്നീട് ഇതിന് ഗൗരവതരമായ ഒരു ഇടപെടലുകൾ ഉണ്ടായില്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസും ഒക്കെ പോലുള്ള ഇവിടുത്തെ കൃഷിക്കാരുടെ കുത്തക അവകാശപ്പെട്ടിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയത്തൊന്നും ഇത് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പട്ടയ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. 1980 കേന്ദ്ര വന നിയമം ഉണ്ടാകും. അപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഓഫ് 1980 ഫോറസ്റ്റ് സംരക്ഷണ നിയമം ഉണ്ടാകുന്നു. അപ്പോൾ ആ നിയമം ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വനഭൂമിയിൽ ഉള്ള കുടിയേറ്റം, അല്ല വനഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വക മാറ്റണമെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെൻറ് മുൻകൂർ അനുമതി വേണം എന്ന തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ സംഭവിച്ചു, ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയാകെ വനമാണ് എന്ന ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നുകൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അയക്കണമെന്ന നിലപാടെടുത്തു. അന്ന് ഇവിടെ നിന്നുണ്ടായിരുന്ന ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെയൊക്കെ ജനപ്രതിനിധികളായിരുന്നവരൊന്നും ഗൗരവതരമായ വിഷയത്തിൽ ഇടപെട്ടില്ല. ആ തരത്തിൽ അതിനകത്ത് ഒരു വലിയ വീഴ്ചയുണ്ടായി. അങ്ങനെ 1987 തുടങ്ങി ഇതിൻ്റെ വനനിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടുപാടുകളിലേക്ക് നമ്മൾ പെട്ടു. 1993 ഒരു പ്രത്യേക ചട്ടം ഉണ്ടാക്കിക്കൊണ്ട് ഇടുക്കിയിലെ വനഭൂമിയിലെ കുടിയേറ്റം ക്രമീകരിക്കൽ എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടാക്കുന്നത്. സത്യത്തിൽ ആ നിയമം ഇടുക്കിയിലെ ജനങ്ങളോട് കാണിച്ച വലിയ വഞ്ചനയാണ്. കാരണം 1964 ഭൂപതിവ് ചട്ടം അനുസരിച്ച് തന്നെ പട്ടയം കൊടുക്കാമായിരുന്ന ഭൂമി വനനിയമത്തിൻ്റെ നൂലാമാലകളിൽ കെട്ടിയിട്ട്
അതിന് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു പ്രത്യേക ചട്ടവും നിയമമൊക്കെ ഉണ്ടാക്കി കോടതി വ്യവഹാരങ്ങളിലൊക്കെ കൊണ്ടുപോയി അതിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് അതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും അതിനകത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ അന്ന് UDF-ലും ഒക്കെ ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ പങ്ക് വളരെ വലുതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല, ആ നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമത്തിൻ്റെ 15-ാം ചട്ടം അത് അനുസരിച്ചിട്ട് ഈ പതിച്ചു കിട്ടുന്ന ഭൂമി കൈമാറ്റം ചെയ്യാനേ പാടില്ല. ഒരാൾക്ക് പോലും കൈമാറി കൊടുക്കാൻ പറ്റത്തില്ല. ആകെ പറ്റുന്ന മരിച്ചു പോയാൽ മക്കൾക്ക് ജന്മാവകാശമായി ഈ സാധനം കിട്ടും എന്നുള്ളതൊഴിച്ചാൽ ഒരു രീതിയിലും കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും കർഷക വിരുദ്ധമായ ഒരു നിബന്ധനയോട് കൂടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് ഈ വിഷയം എങ്ങനെ നമ്മൾ പരിഹരിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നമുക്കറിയാം പട്ടയ നടപടികൾ അനന്തമായി ഇത് കേസുകൾ സുപ്രീം കോടതിയിൽ ആദ്യം ഇതിനെതിരെ 93 ചട്ടത്തിനെതിരെ കേസ് ഹൈക്കോടതിയിൽ കൊടുത്തു. തിരുവാങ്കുളം നേച്ചർ ലവേഴ്സ് മൂവ്മെൻറ്റ്. ആ കേസ് 1999 നമ്മളുടെ LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അന്ന് അഡ്വക്കേറ്റ് ജനറലായിരുന്ന MK ദാമോദരൻ സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം, ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം ഹൈക്കോടതിയിൽ അത് കേൾക്കുകയും ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ജസ്റ്റിസ് പരീത് പിള്ള അധ്യക്ഷനായിട്ടുള്ള ഫുൾ ബെഞ്ച് അത് കൃഷിക്കാർക്ക് അനുകൂലമായി ആ കേസിൽ വിധിക്കുകയും ചെയ്തു. പക്ഷേ അതിനെതിരെ വീണ്ടും 2000 ഇതേ സംഘടന സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. അപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയതോടുകൂടി പിന്നെ പട്ടയം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. കൊടുക്കുന്ന പട്ടയത്തിൽ ചാപ്പ് കുത്തുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. പിന്നീട് UDF ഗവൺമെൻറ് വന്നു. അവർ അതിനകത്ത് പ്രത്യേക താല്പര്യം എടുത്തില്ല. അതിനുശേഷം LDF ഗവൺമെൻറ് വന്നു. ആ LDF ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിലാണ് ഇടുക്കിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ വരുന്നത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പോലുള്ള കർഷക സംഘടനകൾ പ്രത്യേകിച്ച് ശക്തമായി നിലപാടെടുത്തു. ആ നിലപാടിനൊപ്പം ഇടുക്കി ജില്ലയിലെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് എടുത്ത നിലപാടിനൊപ്പം നിന്നു. ആ ഗവൺമെൻറ് അത് ഗൗരവതരമായി എടുത്തു. അങ്ങനെ അന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആ കേസിൽ സുപ്രീം കോടതി കക്ഷി ചേർന്നു. സംസ്ഥാന ഗവൺമെൻറ് അവരോടൊപ്പം നിന്നുകൊണ്ട് അതിനകത്ത് സീനിയർ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി സുപ്രീം കോടതിയിൽ നാഗേശ്വർ റാവുവും അതുപോലെ തന്നെ ഒട്ടനവധി രാജേന്ദ്ര സച്ചാറും ഒക്കെ ഉൾപ്പെടുന്ന സീനിയർ അഭിഭാഷകർ ആ കേസിൽ ഹാജരായി. അങ്ങനെ 2009 ആ കേസ് കൃഷിക്കാർക്ക് അനുകൂലമായി തിരിയും പട്ടയ നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്ന LDF ഗവൺമെൻറ് കാലത്താണ്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞത് ഇതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ 93 പ്രത്യേക ചട്ടങ്ങളുണ്ടാക്കി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ. ആ വ്യവസ്ഥ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപാധിരഹിത പട്ടയം എന്ന ഒരു മുദ്രാവാക്യം ഇടുക്കിയിൽ ആദ്യമായിട്ട് ഉയരുന്നത്. ആ ഉപാധിരഹിത പട്ടയം എന്ന മുദ്രാവാക്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് 2009 ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് 1960 ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തൊരു ഓർഡിനൻസിലൂടെ, കാരണം മുൻകാല പ്രാബല്യത്തോടു കൂടി ചട്ടം ഉണ്ടാക്കുന്നതിന് അധികാരം ലഭിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1993 ഭൂപതിവ് ചട്ടത്തിലെ 15-ാം ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുള്ള പട്ടയങ്ങൾ മുൻകാല പ്രാബല്യത്തോടു കൂടി ഭേദഗതി ചെയ്തുകൊണ്ട് പട്ടയം കൊടുത്ത പട്ടയങ്ങളും ഇനി കൊടുക്കുന്ന പട്ടയങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനും നിലവിൽ നടത്തിയിട്ടുള്ള കൈമാറ്റങ്ങളെയെല്ലാം ക്രമവൽക്കരിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കി. അപ്പോൾ ഇടുക്കിയിലെ കൃഷിക്കാർക്ക് അനുകൂലമായ ആ തരത്തിൽ നിയമപരമായി ഈ പുതിയ കാലത്ത് ഏറ്റവും ആദ്യത്തെ തീരുമാനം ഉണ്ടാകുന്നത് 2009 VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു ഇത്തിരി പിന്നോട്ട് വീണ്ടും പോകേണ്ടി വരും. 1964 ഭൂപതിവ് ചട്ടങ്ങളും 93 ഭൂപതിവ് ചട്ടങ്ങളുമാണ് പ്രധാനമായും നമ്മൾ പട്ടയത്തിന് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ 1968 ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീം അനുസരിച്ച് കിട്ടിയ ഭൂമിയുടെ പട്ടയം കൊടുക്കുന്നത് ലാൻഡ് അസൈൻമെൻറ്റ് റൂൾസ് ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിൻ്റെ റൂൾസ് ഉണ്ട് 68. ഇതുമാണ് നമ്മുടെ ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട 3 അപ്പോൾ അതിനകത്ത് 1964 ചട്ടങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് കൂടുതൽ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പതിച്ചു കൊടുക്കാവുന്ന ഭൂമിയുടെ അളവ് 1964 അത് 3 ഏക്കറായിരുന്നു മലയോര മേഖലയിൽ. പിന്നീട് അത് 4 ഏക്കറായി. പക്ഷേ 2005 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 ഏക്കർ വരെ പതിച്ചു കിട്ടാമായിരുന്ന ഭൂമിയുടെ അളവ് 1 ഏക്കറായി ചുരുക്കിക്കൊണ്ട് അവർ ഉത്തരവ് പുറപ്പെടുവിച്ചു. മാത്രമല്ല 1 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഏതെങ്കിലും കൃഷിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭൂമിക്ക് പട്ടയം കിട്ടണമെങ്കിൽ 1 ഏക്കറിൽ കൂടുതലുള്ളത് സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യണമെന്ന വ്യവസ്ഥയും കൊണ്ടുവന്നു. അപ്പോൾ അത്രത്തോളം കൃഷിക്കാരുടെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം പാസ്സാക്കിയത് UDF ഗവൺമെൻറ്റാണ്. അന്നത്തെ UDFൻ്റെ മന്ത്രിമാരുമാണ്. അപ്പോൾ അത് ജനകീയ ശ്രദ്ധയിൽ വരുന്നത് ഈ 2009 കാലഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ ഈ 1964 ഭൂപതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു കിട്ടുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്ന ഒരു വിധത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നില്ല ഏത് കൈവശ ഭൂമി പതിച്ചു കിട്ടുന്നതിന്.
അപ്പോൾ പതിച്ച് കിട്ടിയാൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ കൈമാറ്റം ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തലമുറകളായി നമ്മുടെ കയ്യിൽ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമി പതിച്ച് കിട്ടുന്നത് കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സത്തിൻ്റെ കാര്യമില്ല. പക്ഷേ 2009 ഒരു നിയമ ഭേദഗതിയിലൂടെ ഇങ്ങനെ കിട്ടുന്ന ഭൂമി 25 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. അതുണ്ടാകാണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ സർക്കാർ ഭൂമി ഇപ്പോൾ സീറോ ലാൻഡൊക്കെ പോലെ ഭൂമി ഇല്ലാത്തവർക്ക് പതിച്ചു കൊടുക്കുന്നതിന് 25 വർഷത്തെ വ്യവസ്ഥ വെക്കുന്നതിനാണ് ഗവൺമെൻറ് അന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ ഉത്തരവിറങ്ങുമ്പോൾ ഈ അസൈൻമെൻറ്റ് ആക്ട് അനുസരിച്ച് പതിച്ചു കൊടുക്കുന്ന മുഴുവൻ ഭൂമിക്കും ഇത് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് നമ്മളുടെ ജില്ലയിൽ നിന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെന്ന് UDF-കാരാണ്. അവരാരും അത് ഗൗരവമായിട്ട് എടുത്തില്ല. അപ്പോൾ അത് ആ വിഷയവും അങ്ങനെ നിന്ന്. പക്ഷേ അന്ന് നമ്മളുടെ എന്താ പറയുക CPM-ൻ്റെ ജനപ്രതിനിധിമാരായിരുന്ന ആളുകൾ, സഖാവ് KK ജയചന്ദ്രൻ്റെ കണക്കുള്ള ആളുകളൊക്കെ ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായ നിലപാടെടുക്കുകയും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുണ്ടായിരുന്നത് വരുമാന പരിധി. ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് സത്യത്തിലൊരു വരുമാന പരിധി ഈ 1964 ഭൂപതിവ് നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനകത്ത് ചില മുൻഗണനകൾ തീരുമാനിക്കുമ്പോൾ ഭൂമി പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മുൻഗണനകൾ, പ്രത്യേകിച്ച് ഭൂമി ഇല്ലാത്തവർക്ക്, വിമുക്ത ഭടന്മാർക്ക് ഒക്കെയുള്ള ആ മുൻഗണനകൾ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് വരുമാന പരിധി 25,000 രൂപയും ഒക്കെ 10,000 രൂപയായിരുന്നു, പിന്നീട് 25,000 രൂപയ്ക്ക്. പക്ഷേ അത് 1,00,000 രൂപയാക്കിയിട്ട് അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ എന്ത് ചെയ്തു, അത് മുഴുവൻ ഭൂമിക്കും ബാധകമാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 1964 ഭൂപതിവ് ചട്ടം അനുസരിച്ച് ഭൂമി പതിച്ചു കൊടുത്ത് പട്ടയം മേടിക്കുന്നത് അപ്രാപ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഇടുക്കിയിലുണ്ടാകുന്നത്, കർഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന്. അതിനെതിരെ ഒരു നിഷേധാത്മകമായ നിലപാടാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്, അടൂർ പ്രകാശ് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന ആ ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്നാൽ 2016 ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ വിഷയങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി. അതായത് 1964 ഭൂപതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു കിട്ടാവുന്ന ഭൂമിയുടെ അളവ് 4 ഏക്കറായി. അത് UDF ഗവൺമെൻറ് കാലത്ത് ചില നടപടികളുണ്ടായിരുന്നെങ്കിലും അവ്യക്തതകൾ മൂലം അത് പരിഹരിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ 2018 1964 ഭൂപതിവ് ചട്ടങ്ങൾക്ക് സമഗ്രമായ ഭേദഗതി വരുത്തിക്കൊണ്ട് പതിച്ചു കിട്ടാവുന്ന ഭൂമിയുടെ അളവ് 4 ഏക്കർ അത് ആ തരത്തിൽ തന്നെ നിജപ്പെടുത്തി. അതോടൊപ്പം തന്നെ വരുമാന പരിധി അത് എടുത്തു കളഞ്ഞു. അതിന് ഗവൺമെൻറ് നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണ്? കാരണം 10, 60, 70 വർഷം മുമ്പ് ഭൂമി കിട്ടി. അങ്ങനെ ഭൂമി കൈവശത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 2020 അല്ലെങ്കിൽ 2019 അല്ലെങ്കിൽ 2018 പതിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ള ഒരാൾ പഠിച്ചൊരു ജോലി വാങ്ങിച്ച് അവർക്ക് ഇത്തിരി വരുമാനം ഉണ്ടായിപ്പോയാൽ അവർക്ക് ഭൂമി ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഭൂമിയും വീടും എല്ലാം അവരുടെ എവിടെയാണ്. അപ്പോൾ വരുമാന പരിധി എന്ന നിബന്ധനയെ വേണ്ടാന്ന് വെച്ചു. അതോടൊപ്പം തന്നെ ഈ 1 ഏക്കർ എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അത് 4 ഏക്കറാക്കി വരുമാന പരിധി എന്നുള്ളത് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു. പതിച്ചു കിട്ടുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്നതിലെ അവ്യക്തതകൾ അതും ഈ ഗവൺമെൻറ് 2017 സമഗ്രമായ ഭേദഗതിയിലൂടെ അത് ഒഴിവാക്കി. അപ്പോൾ പതിച്ചു കിട്ടുന്ന ഭൂമി കൈവശ ഭൂമിയാണെങ്കിൽ അവർക്ക് കൈമാറ്റം ചെയ്യുന്നതിനൊരു തടസ്സമില്ല. പിന്നെ ഉദ്യോഗസ്ഥലത്തിൽ ഇതിനൊരു ദുർവ്യാഖ്യാനം കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത് 2013-14 UDF ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നടപടിയാണ്. അതായത് കൈവശ ഭൂമിക്കും കൈവശമില്ലാത്ത സീറോ ലാൻഡ് പോലുള്ള ഭൂമിക്കും പതിച്ചു കൊടുക്കുന്നതിന് ഒറ്റ പട്ടയ ഫോമിലാക്കിയവർ. എന്നാൽ നേരത്തെ ഇത് രണ്ടും 2 പട്ടയ ഭൂമിയിൽ വിവിധ വ്യവസ്ഥകളോട് കൂടിയിട്ടായിരുന്നു. അപ്പോൾ ആ ആവശ്യവും ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പുതിയ സമഗ്രമായ ഭേദഗതിയുടെ ഭാഗമായി ഇതിന് രണ്ടിനും 2 പട്ടയ ഫോമുകൾ നിഷ്കർഷിച്ചു. അപ്പോൾ കൈവശം ഇരിക്കുന്ന ഭൂമി പതിച്ചു കിട്ടുന്നതിന് ഒരു പട്ടയ ഫോം, സീറോ ലാൻഡ് ഉൾപ്പെടെയുള്ള ഭൂമി അത് പതിച്ചു കിട്ടുന്ന ഭൂമിക്ക് മറ്റൊരു പട്ടയ ഫോം. അപ്പോൾ സീറോ ലാൻഡ് ഉൾപ്പെടെയുള്ള ഭൂമി പതിച്ചു കിട്ടുന്നവർക്ക് കൈമാറ്റം ചെയ്യുന്നതിന് 3 വർഷത്തേക്ക് വിലക്കുണ്ട്. മറ്റതിനകത്ത് വിലക്കൊന്നുമില്ല. ഒരവ്യക്തതയുമില്ലാതെ ആ വിഷയവും നമ്മൾ ശാശ്വതമായി പരിഹരിക്കപ്പെട്ടു. ഇനി അതുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഈ UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് രാജാക്കാട്ടൊക്കെ വെച്ച് പട്ടയമേളകളിലൂടെ കൊടുത്ത കുറേ പട്ടയമുണ്ട്. ആ പട്ടയത്തിനകത്ത് ഈ കൈമാറ്റം ചെയ്യുന്നതിനകത്ത് ചില നിബന്ധനകൾ അല്ലെങ്കിൽ അതിന് ചില വിലക്കുകളോട് കൂടിയിട്ടുള്ള വ്യവസ്ഥകൾ ആ പട്ടയങ്ങളിലുണ്ട്. അപ്പോൾ ഈ 2017 നമ്മൾ ഈ സമഗ്രമായ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകാത്തത് കൊണ്ട് അങ്ങനെ കൊടുത്തുള്ള ചില പട്ടയങ്ങൾക്ക് ഇപ്പോഴും ഒരു ചെറിയ പ്രതിസന്ധിയുണ്ട്. അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യം നമ്മൾ ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പരിഹരിക്കും. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങൾ. മറ്റൊരു വിഷയം ഇടുക്കി ജില്ലയിൽ പരിഹരിക്കപ്പെടാതിരുന്നത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്തെ
പട്ടയമാണ്. ഇപ്പോൾ പെരിഞ്ചാംകുട്ടി ഉൾപ്പെടെ കുത്തുങ്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്ത്. ആ വിഷയത്തിനകത്ത് വ്യക്തമായൊരു നിലപാടെടുക്കുന്നത് നമ്മളാണ്. ആ നിലപാട് എന്താണ്? ഇത് 1993 വനസംരക്ഷണ വനഭൂമി ക്രമീകരിക്കൽ ചട്ടം അനുസരിച്ച് പട്ടയം കൊടുക്കണമെന്നാണ് അടൂർ പ്രകാശിൻ്റെ നേതൃത്വത്തിൽ അന്ന് UDF ഗവൺമെൻറ് തീരുമാനിച്ചത്. അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭം നടന്നു. കർഷക സംഘടനകൾ, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ കൂട്ടുചേർന്നുകൊണ്ട്. അങ്ങനെ നമ്മൾ 93 ചട്ടം അനുസരിച്ച് കൊടുത്ത പട്ടയം നമ്മൾ തിരിച്ചു വാങ്ങിപ്പിച്ചു. അതിനുശേഷം ആ വിഷയത്തിനകത്ത് സമഗ്രമായ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1964 ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരമാണ് അവിടെയൊക്കെ ഭൂമി പതിച്ചു കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലെ പട്ടയം യാഥാർത്ഥ്യമായത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പട്ടയ നടപടികൾ നടന്നു വന്നു. അപ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വരുമാന പരിധി 1 ലക്ഷം രൂപയാക്കിക്കൊണ്ട് നടപടി സ്വീകരിച്ചത്, പതിച്ചിട്ടാവുന്ന ഭൂമിയുടെ പരിധി 1 ഏക്കറാക്കി നിജപ്പെടുത്തിയത്, പിന്നെ ഈ കൈമാറ്റം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ പട്ടയ നടപടികളെ അട്ടിമറിക്കാനാണ് UDF ഗവൺമെൻറ് അന്ന് തീരുമാനിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാർ പോലും സംസ്ഥാന ഗവൺമെൻറ് ഓശാന പാടുന്ന സ്ഥിതിയായിരുന്നു. വിഷയം പഠിക്കാൻ തയ്യാറായില്ല. നമ്മളതിനകത്ത് ശക്തമായ നിലപാടുകൾ എടുക്കുമ്പോഴാണ് ആ വിഷയം ജനശ്രദ്ധയിൽ വരുന്നത്. എന്താണെങ്കിലും ആ വിഷയങ്ങളുമൊക്കെ ഇപ്പോൾ ശാശ്വതമായി പരിഹരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്തും ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നത്. മറ്റൊരു വിഷയം പരിഹരിക്കപ്പെടാതിരുന്നത് നമ്മളുടെ ഡാം റിസർവോയറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ഇരട്ടിയാറ് പോലെ, അതുപോലെ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുണ്ട്. കല്ലാറുകുട്ടിയിലെ നമ്മൾ ഡാമുമായി ബന്ധപ്പെട്ട് പൊന്മുടി ഡാമിൻ്റെയും ഒക്കെ വൃഷ്ടി പ്രദേശത്ത് ഡാമിനകത്ത് നിൽക്കുന്ന 10 ചെയിൻ്റെ പ്രദേശം, അതായത് ഡാമിൻ്റെ മാക്സിമം വാട്ടർ ലെവലിൽ നിന്ന് വീണ്ടും 10 ചെയിൻ മുകളിലേക്കുള്ള പ്രദേശത്ത് പട്ടയം കൊടുക്കുന്നതിൻ്റെ തടസ്സമായിരുന്നു. അത് കൊടുക്കാം എന്നെല്ലാ കാലത്തും പറഞ്ഞതല്ലാതെ ഒരു കാലത്തും കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് കൊടുത്തു എന്ന് വ്യാപകമായ പ്രചരണം ഉണ്ടായി. ഇരട്ടിയാറ്റിലും അയ്യപ്പൻകോവിലും കാഞ്ചിയാറിലും ഒക്കെ അടൂർ പ്രകാശിൻ്റെ ഫ്ലക്സ് വെക്കുകയും സ്വീകരണം കൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ട. പക്ഷേ ആ വിഷയങ്ങൾ പരിഹരിച്ചില്ല. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇടുക്കിയിൽ നിന്ന് പ്രിയപ്പെട്ട മണിയാശാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി. അതിൻ്റെ ഭാഗമായി ആ കാര്യത്തിനകത്ത് ശാശ്വത പരിഹാരം കാണുന്നതിനും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി LDF ഗവൺമെൻറ് പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായി ഇരട്ടിയാറ്റിൽ വൃഷ്ടി പ്രദേശത്ത് ഉള്ള, അതായത് ഇരട്ടിയാർ ഡാമിൻ്റെ 10 ചെയിൻ പ്രദേശം എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരുന്ന മുഴുവൻ പ്രദേശത്തെയും പട്ടയ നടപടികൾ കൊടുക്കുന്ന തീരുമാനമെടുത്തു. മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്തുണ്ടായിരുന്ന 10 ചെയിൻ പ്രദേശത്തെ സംബന്ധിച്ച് തീരുമാനമെടുത്തു. പക്ഷേ 7 ചെയിൻ പ്രദേശത്തെ സംബന്ധിച്ചാണ് ഉത്തരവിറങ്ങിയത്. ചില അവ്യക്തതകൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ അവ്യക്തതകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് നമ്മളൊക്കെ നിലപാടെടുത്തു. പ്രത്യേകിച്ച് CPM, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ, ജനപ്രതിനിധികളുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി ബോർഡ് ഈ 3 ചെയിൻ പ്രദേശത്തും പട്ടയം കൊടുക്കുന്ന തടസ്സമില്ല എന്ന് റവന്യൂ വകുപ്പിനെ അറിയിക്കുകയും റവന്യൂ വകുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ അടുത്ത ദിവസം വീണ്ടും ബോർഡ് സെക്രട്ടറി ഈ 3 ചെയിൻ എന്നുള്ളത് അവർക്ക് ബോർഡിനകത്ത് ക്ലെയിം ഇല്ല, പട്ടയം കൊടുക്കണമെന്ന് വീണ്ടും ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ഏറ്റവും അടുത്ത ദിവസം തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അവിടുത്തെ 10 ചെയിൽപ്പെടുന്ന ആളുകൾക്കും പൂർണ്ണമായും പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ കല്ലാറുകുട്ടി, ഒരു പ്രധാനപ്പെട്ട കല്ലാറുകുട്ടി പൊന്മുടി ഡാമുകളുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ അതിൻ്റെ സർവേ നടത്തുകയും റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പോവുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ അവിടെയും പട്ടയം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ നടപടികളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ചില രേഖകളിൽ അവ്യക്തതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊക്കെ വളരെ സങ്കീർണമായ നിയമപ്രശ്നങ്ങളും അവകാശ പ്രശ്നങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള അവകാശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി പരിഹരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന ചെറിയ കാലതാമസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണെന്ന് തോന്നുമെങ്കിൽ പോലും ആ കാലതാമസങ്ങളൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ ഗവൺമെൻറ് ഇതൊക്കെ പരിഹരിക്കണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കുകയാണ്. മറ്റൊന്നെന്താണ്, കൃഷിക്കാർ വച്ചുപിടിപ്പിച്ച കൃഷിക്കാരുടെ ഭൂമിയിൽ അവർ വച്ചുപിടിപ്പിച്ച മരങ്ങൾ മുറിക്കുന്നതിനുള്ള തടസ്സമായിരുന്നു ഇടുക്കിയിലുണ്ടായിരുന്നത്. മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുണ്ടായി. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കുന്നതിനുള്ളൊരു സാഹചര്യമായി കൊണ്ടു നടന്നു. കൃഷിക്കാർക്ക് അവരുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിന് വന്ന് ഏലമല പ്രദേശത്തുൾപ്പെടെ കൃഷിക്കാർ അവരുടെ ഭൂമിയിൽ വച്ചുപിടിപ്പിച്ച മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള മുഴുവൻ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് നേരത്തെയുണ്ടായിരുന്ന ഉത്തരവുകളിൽ സമഗ്രമായ ഭേദഗതി വരുത്തി. ആ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു.
എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രശ്നമാണ്. 1986 പ്രസർവേഷൻ ഓഫ് ട്രീസ് ആക്ട്, മരം സംരക്ഷിക്കുന്ന നിയമവും 2005 പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട്, മരം വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന നിയമത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ന്യൂനതകളായിരുന്നു. അതെല്ലാം പരിഹരിച്ചു ഈ ഗവൺമെൻറ്. അപ്പോൾ ആ വിഷയവും അതുപോലെ തന്നെ നമ്മൾ ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നാണ് HRML പ്രോജക്റ്റ്, ഹൈ റേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതി എന്നുള്ള നിലയിൽ ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ 16,000-ഓളം ഹെക്ടർ ഭൂമി വനമാക്കി മാറ്റുന്നതിനൊരു പദ്ധതി. ആ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള അന്നത്തെ വനം വകുപ്പ് ആ പദ്ധതി നടപ്പിലാക്കണം എന്ന വാശി പിടിക്കുകയത്. പക്ഷേ അന്ന് പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അന്ന് എനിക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അന്ന് MLA ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ KK ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെല്ലാം ശക്തമായി, അതുപോലെ തന്നെ പീരുമേട് MLA ബിജിമോളും ദേവികുളത്തെ S രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾ വളരെ ശക്തമായി അതിനകത്ത് നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ നടത്തിപ്പ് തൽക്കാലത്തേക്ക് നിർത്തിവെപ്പിച്ചിരുന്നു. പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകും, UNDPൻ്റെ പദ്ധതി എന്ന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള വലിയ ശ്രമമാണ് അവർ നടത്തിയത്. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ പദ്ധതി പൂർണ്ണമായും സമഗ്രമായി അതിനെ പൂർണ്ണമായും മാറ്റി ഒരു വനവൽക്കരണ പദ്ധതി എന്ന നിലയിൽ നിന്ന് അതിനെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് ആ പദ്ധതിയെ ഒരു കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിനുള്ള ഒരു കാർഷിക പദ്ധതിയാക്കി മാറ്റി വനം വകുപ്പിൻ്റെ അധികാര പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി ഹരിത കേരള മിഷൻ്റെ കീഴിലാക്കിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ ഒരു വനവൽക്കരണ പദ്ധതിയെ നമ്മൾ ഒഴിവാക്കിയെടുക്കുന്നതിന് നമുക്ക് സാധിച്ചു, ഈ ഹൈ റേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതി. ഈ പരിസ്ഥിതിവാദികൾക്കും ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലം ഏലമല പ്രദേശമാണ്. പ്രത്യേകിച്ച് PT തോമസിനെ കണക്കുള്ള ആളുകൾ, VD സതീശനെ കണക്കുള്ള ആളുകൾ, TN പ്രതാപനെ കണക്കുള്ള ആളുകളും പിന്നെ പരിസ്ഥിതി സംഘടനകളും. അപ്പോൾ ഏലമല പ്രദേശം വനമാക്കണം എന്നിവർക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അതിനു വേണ്ടിയിട്ട് ആണ് ഈ വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഈ ഹരീഷ് വാസുദേവൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള. അപ്പോൾ ആ സംഘടനയെല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസിനകത്ത് ഇത് വനമാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും UDF ഗവൺമെൻറ്റുകളുടെ കാലത്ത് അത് ഒളിച്ചുകളി തുടങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനം വകുപ്പ് ഒരു നിലപാടെടുക്കും, മറ്റുള്ളവർക്ക് അത് പരിഹരിക്കണമെന്നൊട്ട് താല്പര്യമില്ല. പക്ഷേ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് കാലത്ത് എന്താണെങ്കിലും അതിനകത്ത് ഗവൺമെൻറ് തന്നെ ഒരു ഉന്നത സമിതിയെ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2007 പൂർണ്ണമായും വ്യക്തത വരുത്തിക്കൊണ്ട് CHR വനമല്ല, CHR റവന്യൂ ഭൂമിയാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതിനകത്ത് തുടർ നടപടികളുണ്ടായില്ല. അതിനുശേഷം പിന്നീട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നമുക്കറിയാം, മൂന്നാർ ബോഡിമെട്ട് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് CHR വനമാണെന്നുള്ള ഒരു വാദം ഉയർത്തിക്കൊണ്ട് പരിസ്ഥിതി സംഘടനകളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വനം വകുപ്പുകാർ പുതിയ സ്ഥാനമായിട്ട് വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം കൂടി ക്യാബിനറ്റിലേക്ക് ഈ വിഷയം വെക്കുകയും ക്യാബിനറ്റ് CHR വനമല്ല എന്ന തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൻ്റെ ഈ എതിർപ്പ് അവഗണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ജീവ ഇറക്കി അതോടുകൂടി ഏലമല പ്രദേശം പൂർണ്ണമായും വനമല്ല എന്ന നിലപാട് അടിവരയിട്ട് ഉറപ്പിച്ചത് നമ്മുടെ ഗവൺമെൻറ്റാണ്, ഈ ഗവൺമെൻറ് കാലത്താണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏലമല പ്രദേശവും ഏലം കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാർഡമം രജിസ്ട്രേഷൻ. കാർഡമം രജിസ്ട്രേഷൻ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 10-20 വർഷമായി ഈ എന്താ പറയുക AC ആപ്ലിക്കേഷൻ കൊടുക്കും രജിസ്റ്റർ, എന്നിട്ട് അത് വെച്ചിട്ട് ACR എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുകയാണ്. അപ്പോൾ അത് സജീവമായൊരു വിഷയമായി ഉയർത്തിക്കൊണ്ട് വന്നു. പ്രത്യേകിച്ച് 2014 പാർലമെൻറ്റ് അംഗമായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അത് വളരെ സജീവമായി ആ വിഷയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തു നമ്മൾ. പക്ഷേ അന്ന് ഗവൺമെൻറ് എടുത്തൊരു നിലപാട് എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തേക്ക് രജിസ്ട്രേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കാലപരിധി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളത് അതിനകത്ത് കൃഷിക്കാർക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ സ്പൈസസ് ബോർഡ് ആക്ട് അനുസരിച്ച്, അതുപോലെ തന്നെ അതിനകത്ത് കാർഡമം രജിസ്ട്രേഷൻ റൂൾസ് അനുസരിച്ച് കാർഡമം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഭൂമി തോട്ടം വെക്കുന്നതിന് ഒരു ഘട്ടത്തിൽ അടുത്ത ആളുടെ പേരിലേക്ക് അത് മാറ്റി കൊടുക്കുന്നതിന് പോലും പ്രൊവിഷനുള്ള ഒന്നാണ്. പക്ഷേ അത് അംഗീകരിക്കാനൊന്നും ഗവൺമെൻറ് തയ്യാറായില്ല. എന്നാലും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ബഹുമാനപ്പെട്ട മണിയാശാനുണ്ട്, അന്ന് കുറേ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പാർലമെൻറ്റ് അംഗം എന്നതിൽ ഞാനുണ്ടായിരുന്നു, മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള നമ്മളുടെയൊക്കെ എല്ലാ ഇടപെടലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നിയമവശം പൂർണ്ണമായി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർഡമം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള
മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങി പെർമനൻ്റ് ആയിട്ട് കാർഡമൻ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് തീരുമാനിച്ചതും ഈ ഗവൺമെൻറ്റാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. വൈദ്യുതി ചാർജ് 7 രൂപ 7.5 രൂപ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏലകൃഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ വൈദ്യുതി ചാർജിനകത്ത് കൺസെഷൻ വേണം, കൃഷിക്കാർക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നത് നമ്മളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ്. മണിയാശാൻ വകുപ്പ് മന്ത്രിയായി. അത് വൈദ്യുതി ചാർജ് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക താരിഫ് തീരുമാനിച്ച് വൈദ്യുതി ചാർജിൽ ഇളവ് വരുത്തിയതുമൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതോടൊപ്പം തന്നെ ഭൂമിയില്ലാത്ത പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുള്ള കരുതൽ കഴിഞ്ഞ VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്താണ് നമ്മൾ കുറ്റ്യാർവാലിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പിന്നീട് വന്ന UDF ഗവൺമെൻറ് തട്ടിമറിച്ചു. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ വിഷയം സജീവമായി വീണ്ടും ചർച്ചയ്ക്കെടുത്തു. റവന്യൂ വകുപ്പും അതുപോലെ തന്നെ മറ്റു വകുപ്പുകളുമൊക്കെ അതിനകത്ത് സജീവമായി താല്പര്യം കാണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ് ആ റവന്യൂ വകുപ്പിൻ്റെ ചന്ദ്രശേഖരൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ S രാജേന്ദ്രൻ MLA അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി മണിയാശാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കൂടെ കൂടി സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായി CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ നേതാക്കന്മാർ എല്ലാവരും കൂടെ കൂടി സജീവമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റ്യാർവാലിയിലെ പാവങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി കൊടുത്തു കഴിഞ്ഞു. പെട്ടിമുടി ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്ര വേഗതയിലാണ് അവിടെ ഭൂമി കൊടുക്കുന്നതിനുള്ള ഉത്തരവിറങ്ങി നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതും കുറ്റ്യാർവാലിയിൽ തന്നെ അവർക്ക് ഭൂമി കൊടുക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പീരുമേട് താലൂക്കിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് വാഗമൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ഈ പട്ടയത്തിനകത്തെ സർവേ നമ്പറിലെ വ്യത്യാസം. അണക്കരയിലുണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ട്, മറ്റ് പല നെടുങ്കണ്ടത്തും ഒക്കെ ഉണ്ട്, പല സ്ഥലത്തുണ്ട്. സർവേ നടത്തുന്ന കാലത്ത്, പട്ടയം കൊടുക്കുന്ന കാലത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച. ഭൂമി നമ്മുടെയാണ്, ഭൂമിക്ക് പതിച്ച് കിട്ടുന്നതിനുള്ള എല്ലാ അവകാശമുണ്ട്, തലമുറകളായി താമസിക്കുകയാണ്. പക്ഷേ ഉദ്യോഗസ്ഥൻ സർവേ രേഖകൾ പട്ടയരേഖകൾ തയ്യാറാക്കുന്ന സമയത്ത് വന്ന വീഴ്ചയുടെ ഭാഗമായി സർവേ റെക്കോർഡുകളിൽ സർവേ നമ്പറിലൊക്കെ വ്യത്യാസം വന്നതുകൊണ്ട് ഭൂമിക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല, ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്നില്ല, പോക്കുവരവ് ചെയ്യാൻ പറ്റുന്നില്ല. ആളുകളെ വല്ലാണ്ട് പീഡിപ്പിക്കുന്ന ഒരു വശത്ത്. മറുവശത്ത് ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെന്നല്ല, ഇത് വല്ലാതെ കൈക്കൂലി വാങ്ങിക്കുന്നതിനൊക്കെയുള്ളൊരു സാഹചര്യമായി കൊണ്ടു നടക്കുന്ന ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ട് അങ്ങനെയുള്ളത് പൂർണ്ണമായും പരിഹരിക്കാൻ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നിർദ്ദേശം നൽകുകയും റവന്യൂ വകുപ്പ് സർക്കുലറിലൂടെ അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഉത്തരവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയവും പരിഹരിക്കപ്പെടുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെയാണ്. മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നത് മൂന്നാർ ട്രൈബ്യൂണലാണ്. ഇപ്പോൾ മൂന്നാർ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് അടുത്ത ഭാഗത്ത് വളരെ വിശദമായി പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ മൂന്നാർ ട്രൈബ്യൂണൽ ഉണ്ടാക്കിയിട്ട് ആ മൂന്നാർ ട്രൈബ്യൂണലിനകത്ത് ആനവിലാസം ഉൾപ്പെടെയുള്ള 8 വില്ലേജുകൾ, അത് ഒരു അനാവശ്യമായ ഒന്നാണ്. മൂന്നാർ ട്രൈബ്യൂണൽ എന്നുള്ളത് ഒരു പക്ഷേ നമ്മളുടെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഈ മൂന്നാറിന് പുറത്തുള്ള പ്രത്യേകിച്ച് രാജകുമാരി, ശാന്തമ്പാറ പോലെ രാജാക്കാട്, ബൈസൺ വാലി, പള്ളിവാസൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ ആളുകൾക്ക്, ആനവിലാസം ഒക്കെയുള്ള ആളുകൾക്ക്, കാർഷിക മേഖലയിൽ ജീവിക്കുന്ന കൃഷിക്കാരായ ആളുകളുടെ അവകാശം കൂടി വല്ലാത്ത രീതിയിൽ കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെൻറ് മൂന്നാർ ട്രൈബ്യൂണൽ അബോളിഷ് ചെയ്തത്. അപ്പോൾ മൂന്നാർ ട്രൈബ്യൂണലിൻ്റെ പ്രശ്നവും ആ തരത്തിൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എണ്ണി പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഈ വിഷയങ്ങളായിരുന്നു ഇടുക്കിയിലെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കാതലായി ഭൂമിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നിയമപരമായി പരിഹരിക്കപ്പെടേണ്ട, ശാശ്വതമായി പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ ഇത്രയുമായിരുന്നു. ഈ വിഷയങ്ങൾ പൂർണ്ണമായും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയത് UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഈ വിഷയങ്ങൾക്കകത്ത് നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് UDF ഗവൺമെൻറ്റാണ്. അങ്ങനെയുള്ള UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇത്രയേറെ വിഷയങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി പരിഹരിക്കുന്നതിന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് 2007 മുതൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഒരു സമര സംഘടനയുടെ ഭാഗമായി, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഭാഗമായി ഈ വിഷയങ്ങൾ പഠിക്കുകയും ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചർച്ചയാക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ആ കാലം മുതൽ ഈ വിഷയത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സഹായകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിലൂടെ ഇടുക്കിയിലെ കൃഷിക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ ഭൂമിയുടെ അടിസ്ഥാന വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഭൂമിയുടെ പരിധി പതിച്ചു കിട്ടാവുന്നത് 4 ഏക്കറായി സ്ഥാപിച്ചു. വരുമാന പരിധി 1 ലക്ഷം രൂപ എന്നുള്ളത് പൂർണ്ണമായി എടുത്തു കളഞ്ഞു.
പതിച്ചു കിട്ടുന്ന ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകൾ അത് 64 ചട്ടം അനുസരിച്ചിട്ടാണെങ്കിലും 93 ചട്ടം അനുസരിച്ചിട്ടുള്ളതാണെങ്കിലും പൂർണ്ണമായും അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് പട്ടയം ലഭിക്കുന്ന ഭൂമി പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ തരത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നേരത്തെ പതിച്ചു കിട്ടിയ ഭൂമിയിലെ സർവേ നമ്പർ ഉൾപ്പെടെയുള്ളത് മാറ്റിയിട്ടുണ്ടെങ്കിൽ മാറിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞു. അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. മറ്റൊന്ന്, നമ്മളുടെ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങൾ മുറിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങൾ നമ്മളുടെ അവകാശമാണ്. അത് മുറിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള മുഴുവൻ തടസ്സങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. 10 ചെയിൻ പ്രദേശത്തെ പട്ടയത്തെ സംബന്ധിച്ച് ഏതാണ്ട് പൂർണ്ണമായും പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇനിയും പരിഹരിക്കപ്പെടേണ്ട കുറച്ച് വിഷയങ്ങൾ ഈ ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കപ്പെടും. ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളിൽ ഏതാണ്ട് 80-90% അവിടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശത്തെ പട്ടയവുമായി ബന്ധപ്പെട്ടായിരുന്ന മുഴുവൻ അവ്യക്തതകളും മാറ്റി പൂർണ്ണമായും മുഴുവൻ ആളുകൾക്കും പട്ടയം കിട്ടുന്ന സാഹചര്യം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏലമല പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വനമാണെന്ന് ഗവൺമെൻറ് അസന്നിഗ്ധമായി നിലപാടെടുത്തു. പിന്നെ ഗവൺമെൻറ് നിലപാടെടുത്തത് CR ബന്ധപ്പെട്ട് കാടമം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. വൈദ്യുതി ചാർജിനകത്ത് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃഷിക്കാർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറ്റിയാർ വാലി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ഭൂമി പ്രശ്നങ്ങൾ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. പിന്നീടുണ്ടായിരുന്ന പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്തുണ്ടാക്കിയ നിവേദിത പി ഹരൻ്റെ റിപ്പോർട്ടാണ്. ആ നിവേദിത പി ഹരൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 5 വില്ലേജുകൾ, അതായത് മറയൂർ, കാന്തല്ലൂർ, കീഴാന്തല്ലൂർ, വട്ടവട, കൊട്ടാക്കമ്പൂർ 5 വില്ലേജുകൾ. ആ 5 വില്ലേജുകളുമായി ബന്ധപ്പെട്ട് ഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അവ്യക്തതകൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തൊരു ഉത്തരവിലൂടെ UDF ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ കൃഷിക്കാർ പാവപ്പെട്ട ആളുകൾ വെച്ച് പിടിപ്പിച്ചിരുന്ന യൂക്കാലി ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ച് നിൽക്കുന്നതിന് തടസ്സമുണ്ടായി. ഭൂമിയിലെ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രശ്നമുണ്ടായി. അത് ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളിലെ വ്യവഹാരങ്ങളാക്കി. അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അന്ന് പാർലമെൻറ്റ് അംഗമായിരുന്ന എന്നെയൊക്കെ വേട്ടയാടി പിടിക്കുന്നതിനിടയിൽ വലിയ ശ്രമങ്ങളുണ്ടാക്കി. കള്ളക്കഥകളും ഇല്ലാക്കഥകളുണ്ടാക്കി. അങ്ങനെ അത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ആ പ്രശ്നങ്ങൾ ഈ ഗവൺമെൻറ് ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മറയൂർ, കാന്തല്ലൂർ മേഖലയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു. വട്ടവട വില്ലേജിലാണെങ്കിലും 1-2 ബ്ലോക്കുകൾ ഒഴിച്ച് ബാക്കിയുള്ള പ്രദേശത്തെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു. കുറിഞ്ഞിമല സാങ്ച്വറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്ത് ശാശ്വതമായ പരിഹാരം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണിത്. ഇപ്പോൾ UDFൻ്റെ നേതൃത്വത്തിൽ പറയുന്നത് ഇടുക്കിക്കാരും മനുഷ്യരാണ്, ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട് എന്ന നിലയിൽ ഒരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ആ ക്യാമ്പയിൻ കാണുമ്പോൾ സത്യത്തിൽ നമുക്കെന്താ തോന്നുക? ഈ ആത്മാഭിമാനം എന്നുള്ള ഒരാൾക്ക്, ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജനിക്കുന്നതിൻ്റെ പേരിൽ ഒരു ഇത്തിരി നാണം, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് UDFകാരന് പറയാൻ പറ്റുമോ? ഈ UDFും അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കത് പറയാൻ പറ്റുമോ? കാരണം എന്താ, ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തെ ഒരു പ്രദേശം എന്ന നിലയിൽ ഇടുക്കിക്കാരന് ഇത്രത്തോളം ഡിസ്ക്രിമിനേറ്റ് ചെയ്ത, ഇടുക്കിയിലെ ആളുകളുടെ ഭൂമി പ്രശ്നത്തിനകത്ത് ഇത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടാക്കിയ, ഇടുക്കിയിലെ ജനങ്ങളെ മുഴുവൻ കയ്യേറ്റക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത PT തോമസും VD സതീശനും അപ്പുറം TN പ്രതാപനും ഉൾപ്പെടുന്ന എണ്ണിയാലൊടുങ്ങാത്ത നേതൃനിരയുള്ള കോൺഗ്രസ് പാർട്ടി UDF ഈ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി കോടതികളെ ആശ്രയിച്ചിട്ടുള്ളവർ, പിന്നീട് അടുത്ത ഘട്ടത്തിൽ നമ്മൾ പരാമർശിക്കപ്പെടാൻ പോകുന്ന കസ്തൂരിരംഗൻ ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ, ഇടുക്കിക്കാരുടെ മേൽ കസ്തൂരിരംഗൻ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കൊണ്ടുവന്ന ആളുകൾ ഈ ഭൂമി പ്രശ്നം 4 ഏക്കർ 1 ഏക്കറായി ചുരുക്കി 1 ലക്ഷം രൂപയുടെ വരുമാന പരിധി ഉണ്ടാക്കി, കൈമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഇടുക്കിയിലെ കൃഷിക്കാരുടെ ജീവിതം ദുരന്തപൂർണ്ണമാക്കി മാറ്റിയവർ. അങ്ങനെയുള്ളവരിപ്പോൾ പറയുവാണ് ഇടുക്കിക്കാരെ മനുഷ്യരാണ്, ഇടുക്കിക്കാരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുമ്പോൾ സത്യത്തിൽ അത് കാണുമ്പോൾ എന്താ പറയുക? അതിന് വിശേഷിപ്പിക്കാൻ സത്യത്തിൽ പുറത്തു പറയാവുന്ന മലയാള നിഘണ്ടുവിൽ പറയാൻ പറ്റുന്ന ഒരു പദങ്ങളും ഉണ്ടാകില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഞാനത് കഷ്ടം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം പരിഹരിക്കപ്പെട്ട, ഏറ്റവും ക്രിയാത്മകമായി ഇടപെട്ട ഒരു ഗവൺമെൻറ്, അത് ഇടുക്കിയിൽ കുടിയേറ്റം ഉണ്ടായതിനു ശേഷം നാളിതുവരെയുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയൊരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്നവരെന്ന നിലയ്ക്ക് നമുക്ക് നല്ല നിലയിൽ
തല നിവർത്തിപ്പിടിച്ച് നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് പൊതുസമൂഹത്തോട് സംസാരിക്കാൻ പറ്റും, അവരോട് ഇടപെടാൻ പറ്റും. ആ പ്രചരണം നമ്മൾ ഏറ്റെടുത്തില്ല എങ്കിൽ തീർച്ചയായും ചരിത്രം നമുക്ക് മാപ്പ് നൽകില്ല. കാരണം ഈ കള്ളപ്രചരണം നടത്തുന്ന കള്ളക്കതറിട്ടവന്മാരുടെ ഈ നുണപ്രചരണങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളോട് ഈ മരിച്ചുപോയ തലമുറയും വരാനിരിക്കുന്ന തലമുറയും ഇടുക്കിയിലെ